ദൈവത്തിൻ കൈകളിലെന്നോമനെ സുരക്ഷിതമായി നീ വളരേണ്ടേ. സ്നേഹത്തിൻ കനിവായി നീ വാഴേണേ, സ്നേഹത്തിൻ കനിവായി നീ വാഴേണേ. മാലാഖമാർ നിൻ കാവലായെന്നും നല്ലൊരു നാളേക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ നീ വിടരേണ്ടേ, ദൈവകൃപയിൽ നീ വിടരേണ്ടേ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം കുഞ്ഞിനെ കാത്തിരിക്കുന്ന ദമ്പതികൾക്കുള്ള ദൈവത്തിൻ്റെ അത്ഭുത പ്രാർത്ഥനയാണ്. ഗോഡ്സ് മിറക്കിൾ ഫോർ കപ്പിൾസ് വെയിറ്റിംഗ് ഫോർ എ ചൈൽഡ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്ന എല്ലാ ദമ്പതികൾക്കും അവരെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ടുഡേ വി ആർ പ്രേയിങ് ഫോർ എ വെരി സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകമായ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദോസ് ഹു ആർ വെയിറ്റിംഗ് ഫോർ എ ചൈൽഡ്, ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്നവർക്കായി. ദോസ് ഹു വിസിറ്റഡ് ഹോസ്പിറ്റൽസ് മെനി ടൈംസ്, പലതവണ ആശുപത്രിയിൽ പോയവർക്കായി. ദോസ് ഹു ട്രൈഡ് മെനി ട്രീറ്റ്മെൻറ്റ്സ് ബട്ട് സ്റ്റിൽ നോ ആൻസർ, അനേകം ചികിത്സകൾ ചെയ്തിട്ടും ഫലം ലഭിക്കാത്തവർക്കായി. ദോസ് ഹു ആർ ക്രൈയിങ് സൈലൻ്റ്ലി അറ്റ് നൈറ്റ്, രാത്രികളിൽ ഒറ്റയ്ക്ക് കരയുന്നവർക്കായി. ടുഡേ ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു യു. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ഗോഡ് സീസ് യുവർ പെയിൻ. ദൈവം നിങ്ങളുടെ വേദന കാണുന്നു. ദ ബൈബിൾ സേസ് ഇൻ Psalms chapter 34 verse 18, The Lord is close to the broken heart. ഹൃദയം തകർന്നവർക്ക് കർത്താവ് അടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, മെനി കപ്പിൾസ് ടുഡേ ആർ ബ്രോക്കൺ ഹേർട്ടഡ്. ഇന്ന് പല ദമ്പതികളുടെയും ഹൃദയം തകർന്നിരിക്കുന്നു. പീപ്പിൾ ആസ്ക് ദം ക്വസ്റ്റ്യൻസ് ലൈക്ക്, വൈ ഡോണ്ട് യു ഹാവ് ചിൽഡ്രൻ? നിങ്ങൾക്ക് കുട്ടികളില്ലേ? ബട്ട് നോബഡി നോസ് ദെയർ പെയിൻ. ആരും അവരുടെ ഉള്ളിലെ വേദന അറിയുന്നില്ല. നമ്മളുടെ സമൂഹത്ത് ഒരു ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിലും അവരെ കുത്തി നോവിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും അവരെ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കൂട്ടം സമൂഹം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ആരും അവരുടെ ഉള്ളിലെ വേദന അറിയുന്നില്ല. Some couple went to the hospital again and again. പല ദമ്പതികൾ വീണ്ടും വീണ്ടും ആശുപത്രികളിൽ പോയിട്ടുണ്ട്. ഡോക്ടേഴ്സ് റിപ്പോർട്ട്, മെഡിക്കൽ ടെസ്റ്റ്, സ്കാൻസ്, ബട്ട് സ്റ്റിൽ ദ ആൻസർ ഈസ് നോട്ട് കമ്മിങ്. എന്നിട്ടും ഒരു നല്ല വാർത്ത അവർക്ക് വരുന്നില്ല. ഹെൽത്ത് പ്രോബ്ലംസ്. സം പീപ്പിൾ cannot conceive because of the health problems. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഗർഭധാരണം വൈകുന്നു അല്ലെങ്കിൽ കഴിയുന്നില്ല. തൈറോയ്ഡ് പ്രോബ്ലംസ്, ഡയബറ്റീസ്, ഒബിസിറ്റി, അധികഭാരം, ഹോർമോൺ ഇംബാലൻസ്. സം പീപ്പിൾ ട്രൈഡ് മെനി മെഡിസിൻസ്. പലരും അനേകം മരുന്നുകൾ എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പ്രഗ്നൻസി ഈസ് നോട്ട് ഹാപ്പനിങ്. എന്നിട്ടും ഗർഭം സംഭവിക്കുന്നില്ല. Some couples are living in different countries. വിദേശ രാജ്യങ്ങളിൽ സമയമെടുത്ത് അവർ നാട്ടിൽ വന്ന് കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്തു പോകുന്ന അനേകായിരം വിദേശ ദമ്പതികൾ. ചില ദമ്പതികൾ വിദേശ രാജ്യങ്ങളിൽ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് ഇൻ വൺ കൺട്രി, ഭർത്താവ് ഒരു രാജ്യത്ത്, വൈഫ് ഇൻ അനദർ കൺട്രി, ഭാര്യ മറ്റൊരു രാജ്യത്ത്. ഡിസ്റ്റൻസ് ബിക്കം എ പെയിൻ. ദൂരം തന്നെ ഒരു വലിയ വേദനയാകുന്നു.
ബട്ട് ടുഡേ റിമെമ്പർ ദിസ് ട്രൂത്ത്. ഇന്ന് ഒരു സത്യം ഓർക്കുക. ഗോഡ് ഈസ് ദ ഗിവർ ഓഫ് ലൈഫ്. ജീവൻ നൽകുന്നവനാണ് ദൈവമാണ്. നമുക്ക് ബൈബിളിലെ ഒരു പ്രശസ്തമായ അത്ഭുത കഥ നമുക്ക് ഓർക്കാം. സാറയുടെ കഥ. സാറയ്ക്ക് സംഭവിച്ച അത്ഭുതം. ലെറ്റ് us റിമെമ്പർ ദ സ്റ്റോറി ഓഫ് സാറ. ഇപ്പോൾ സാറയുടെ കഥ നമുക്ക് വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. സാറ വെയിറ്റഡ് മെനി ഇയേഴ്സ് ഫോർ എ ചൈൽഡ്. സാറ പല വർഷങ്ങൾ കുഞ്ഞിനെ കാത്തിരുന്നു. ഷി ബിക്കം ഓൾഡ്. അവൾക്ക് ഓരോ ദിവസം കഴിയുന്തോറും പ്രായം കൂടിക്കൂടി വന്നു. ബട്ട് ഗോഡ് ഡിഡ് എ മിറക്കിൾ. പക്ഷേ ദൈവം അത്ഭുതം ചെയ്തു. ദ ബൈബിൾ സേസ്, ജെനസിസ് ചാപ്റ്റർ 21 verse 1, the Lord visited Sarah as he had said. കർത്താവ് സാറയെ സന്ദർശിച്ചു. ആൻഡ് ഷീ ഗേവ് ബർത്ത് ടു ഐസക്. അവൾ ഇസ്ഹാക്കിനെ പ്രസവിച്ചു. ഹ്യൂമാനിലി ഇറ്റ് വാസ് ഇമ്പോസിബിൾ. മനുഷ്യർക്ക് അസാധ്യമായിരുന്നു. ബട്ട് വിത്ത് ഗോഡ് ഇറ്റ് വാസ് പോസിബിൾ. പക്ഷേ ദൈവത്തോട് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. God still does miracles. The Bible says, Luke chapter 1:37, for with God nothing shall be impossible. ദൈവത്തോട് ഒന്നും അസാധ്യമല്ല. Maybe the doctor said, it is difficult. പല ഡോക്ടേഴ്സും പറയാറുണ്ട് ഇത് ബുദ്ധിമുട്ടാണ്. Maybe the people said, it may never happen. ചില ആളുകളും പറയാറുണ്ട് നിങ്ങൾക്ക് ഇത്രയും പ്രായമായി, ഇനി ഇത് സാധ്യമല്ല. ബട്ട് ഗോഡ് സേസ് ടുഡേ, ഐ ക്യാൻ ഡു മിറക്കിൾസ്. ഞാൻ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. ലെറ്റ് us pray now. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഹെവൻലി ഫാദർ, സ്വർഗീയ പിതാവേ, ടുഡേ വി ബ്രിങ് ബിഫോർ യു ഓൾ ദി കപ്പിൾസ് വെയിറ്റിംഗ് ഫോർ എ ചൈൽഡ്. കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ദമ്പതികളെയും ഇന്ന് നിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. ലോർഡ്, യു നോ ദെയർ ടീയേഴ്സ്. കർത്താവേ, അവരുടെ കണ്ണുനീർ നീ അറിയുന്നു. യു നോ ദെയർ പെയിൻ. അവരുടെ വേദന നീ അറിയുന്നു. യു നോ ഹൗ മെനി ഹോസ്പിറ്റൽസ് ദേ വിസിറ്റഡ്. അവർ എത്രയെത്ര ആശുപത്രികളിൽ പോയെന്ന് നീ അറിയുന്നു. യു നോ ഹൗ മെനി ട്രീറ്റ്മെന്റ്സ് ദേ ട്രൈഡ്. എത്ര ചികിത്സകൾ ചെയ്തെന്നും നീ അറിയുന്നു. ലോർഡ്, ഹീൽ എവരിബഡി. കർത്താവേ, ഓരോ ശരീരത്തെയും സുഖപ്പെടുത്തണമേ. ഹീൽ ദെയർ തൈറോയ്ഡ് പ്രോബ്ലംസ്. തൈറോയ്ഡ് പ്രശ്നങ്ങൾ സുഖപ്പെടുത്തണമേ. ഹീൽ ഡയബറ്റീസിനെ സുഖപ്പെടുത്തണമേ. ഹീൽ ഹോർമോണൽ പ്രോബ്ലംസ്. ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ സുഖപ്പെടുത്തണമേ. ഹീൽ ഒബിസിറ്റി റിലേറ്റഡ് ഇഷ്യൂസ്. ഭാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സുഖപ്പെടുത്തണമേ. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവരെ സുഖപ്പെടുത്തണമേ. ലെറ്റ് യുവർ ഹീലിംഗ് പവർ ഫ്ലോ നൗ. നിന്റെ സൗഖ്യശക്തി ഇപ്പോൾ ഒഴുകട്ടെ. ലോർഡ്, ഓപ്പൺ ദി വോം. കർത്താവെ, ഗർഭം തുറക്കണമേ. ജസ്റ്റ് ലൈക്ക് യു ബ്ലെസ്ഡ് സാറ. സാറയെ അനുഗ്രഹിച്ചതുപോലെ, ജസ്റ്റ് ലൈക്ക് യു ബ്ലെസ്ഡ് ഹന, ഹന്നയെ അനുഗ്രഹിച്ചതുപോലെ, ജസ്റ്റ് ലൈക്ക് യു ബ്ലെസ്ഡ് എലിസബത്ത്, എലിസബത്തിനെ അനുഗ്രഹിച്ചതുപോലെ, ബ്ലെസ് ദീസ് കപ്പിൾസ്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദമ്പതികളെയും, ഈ ദമ്പതികളെ എല്ലാം അനുഗ്രഹിക്കണമേ. ലെറ്റ് ദം ഹിയർ ദ ഗുഡ് ന്യൂസ്. അവർക്ക് നല്ലൊരു വാർത്ത കേൾക്കട്ടെ. ലെറ്റ് പ്രഗ്നൻസി ഹാപ്പൻ. ഗർഭം സംഭവിക്കട്ടെ. ലെറ്റ് എ ചൈൽഡ് ബി ബോൺ. ഒരു കുഞ്ഞ് ജനിക്കട്ടെ. ദ ബൈബിൾ സേസ്, മാർക്ക് 9 chapter 23, all things are possible to him who believes. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാവും. പ്രിയപ്പെട്ടവരെ, ഡോണ്ട് ലൂസ് ഹോപ്പ്. പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ഗോഡ്സ് ടൈമിംഗ് ഈസ് ഡിഫറെൻറ്റ്. ദൈവത്തിൻ്റെ സമയം വ്യത്യസ്തമാണ്. സംടൈംസ് ഗോഡ് വെയിറ്റ്സ്. ചിലപ്പോൾ ദൈവം കാത്തിരിക്കും. ബട്ട് വെൻ ഹി ബ്ലെസ്സസ്, പക്ഷേ അവൻ അനുഗ്രഹിക്കുമ്പോൾ ഇറ്റ് വിൽ ബി എ മിറക്കിൾ. അത് ഒരു അത്ഭുതമായിരിക്കും.
ലോർഡ് ജീസസ്, കർത്താവായ യേശുവെ, ടച്ച് എവരി കപ്പിൾ വാച്ചിങ് ദിസ് പ്രയർ. ഈ പ്രാർത്ഥന കാണുന്ന ഓരോ ദമ്പതികളെയും സ്പർശിക്കണമേ. ലെറ്റ്സ് മിറക്കിൾ ഹാപ്പൻ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ലെറ്റ്സ് ടെസ്റ്റിമോണീസ് കം. സാക്ഷ്യങ്ങൾ വരട്ടെ. ലെറ്റ്സ് ജോയ് ഫിൽ ദെയർ ഹോംസ്. അവരുടെ വീടുകൾ സന്തോഷം കൊണ്ട് നിറയട്ടെ. വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. യു ആർ ദ ഗോഡ് ഓഫ് മിറക്കിൾ. നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇൻ ജീസസ് നെയിം വി പ്രേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. പ്രിയപ്പെട്ട ദമ്പതികളെ, അല്ലെങ്കിൽ കേൾക്കുന്ന മാതാപിതാക്കളെ, ഒരു കുഞ്ഞായിട്ടും വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് വീണ്ടും ഒരു കുഞ്ഞ് ലഭിക്കുവാൻ വേണ്ടിയും ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു കുഞ്ഞു പോലും ലഭിക്കാതെ ഉള്ളവർ, നിങ്ങൾ ഈ പ്രാർത്ഥന വിശുദ്ധിയോടും വെടുപ്പോടും കൂടി പ്രാർത്ഥിക്കുക. ദൈവത്തെ തിരുസന്നിധിയിലും തിരുഹൃദയത്തിലും കരയേറ്റുക. നിങ്ങളെ എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, മക്കളില്ലാത്തവർക്ക്, അല്ലെങ്കിൽ വീണ്ടും മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ദിവസവും ഓരോ വിലപ്പെട്ട പ്രാർത്ഥനാ സന്ദേശവുമായി വരുന്നതായിരിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.